യേശുവിന്റെ അടുത്ത് ഒരിക്കൽ പിശാച് വന്നിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലിനെ അപ്പമാക്കാം, ഈ കല്ലിനോട് പറയാ അത് അപ്പമായിട്ട് മാറുക, നിനക്ക് വിശക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു വിടുക. കർത്താവ് ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ? പത്രോസിനെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പത്രോസിന്റെ അരയിലിരുന്ന വാൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ വെട്ട പിശാചിനെ. നമ്മൾ അങ്ങനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. കർത്താവ് ഒരു മേളിൽ നിന്ന് ഒരു ഇടി, ലൈറ്റ്നിങ് തണ്ടർ ഇങ്ങോട്ട് വരട്ടെ, ഒരു ഇടിമിന്നൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പിശാചിനെ ആയുധം ഉപയോഗിച്ചില്ല. മേളിൽ നിന്നൊരു ആയുധം എടുത്തില്ല, തണ്ടറും ലൈറ്റ്നിങ്ങും എടുത്തില്ല. പത്രോസിന്റെ കയ്യിലിരിക്കുന്ന വാള് കർത്താവ് എടുത്ത് വെട്ടിയില്ല പിശാചിനെ. ആയുധം വേണ്ടേ വെട്ടാൻ? നമ്മുടെ ആയുധങ്ങള് ജഡികങ്ങളല്ല, ജഡം കൊണ്ട് എതിർക്കുന്നതല്ല നമ്മുടെ ആയുധങ്ങൾ. പിന്നെ കർത്താവ് ഉപയോഗിച്ച ആയുധം എന്നായിരുന്നു? വചനം. കർത്താവ് ഉപയോഗിച്ച ആയുധം ദൈവവചനം, ആത്മാവിന്റെ ആയുധം. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്ന് അറിയാമോ? ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള്. ഈ ഒരൊറ്റ കാര്യം മതി. കാരണം എന്താണെന്നറിയാമോ? പിശാചിനെ കെട്ടിയിട്ടിരിക്കുക. ഹല്ലേലൂയ, അല്ലേ? ഈ ഒറ്റ കാര്യം മതി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ എന്റെ കയ്യിൽ ഒരു വാള് വേണ്ടാത്തത്? അവൻ പരാജയപ്പെട്ടു. പിശാച് അവനെ പരാജയപ്പെടുത്തി. അവനെ ഇന്ന് കെട്ടിയിട്ടിരിക്കുക. അവൻ ആക്രോശിക്കുവാൻ മാത്രമേ കഴിയത്തുള്ളൂ. അവൻ ആക്രോശിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് വന്നപ്പോ യേശു പറഞ്ഞു, മനുഷ്യൻ ആയുധമാ. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന ഒരു വാള്, ആത്മാവിന്റെ വാളെടുത്ത് അങ്ങ് വെട്ടി. പത്രോസിന്റെ വാള് കർത്താവ് കടം വാങ്ങിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് ഒരു ഇടിമിന്നല് വരട്ടെ എന്ന് പറഞ്ഞ് അതെടുത്ത് പിശാചിനെ വെട്ടിയില്ല. ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് ആക്രോശിച്ചുകൊണ്ട് വന്ന പിശാചിനെ വെട്ടി. ഹല്ലേലൂയ.